അച്ഛച്ച, എന്താ മോളെ, എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകുന്നു? എനിക്കിവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുന്നു. ഇവിടെ വന്നിട്ട് 3-4 ദിവസമായിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു ജന്മത്തിൽ അനുഭവിക്കേണ്ട എല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ അനുഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇതൊന്നും പറയാൻ വേറെ ആരുമില്ല. എൻ്റെ പ്രായത്തിലുള്ള ചെറുമക്കൾ ഉണ്ടാവില്ലേ അച്ഛന്? അവരിലൊരാൾ പറയുന്നതായി കണ്ടാൽ മതി എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകുന്നു. മോളെ, എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുപോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്ദ്രൻ അറിഞ്ഞാൽ, അവൻ അറിയുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വരാം. മോള് വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. അവന് പുറത്തു പോകാൻ പറ്റാത്ത അത്രയും ശത്രുക്കളാണുള്ളത്. അത് അവനല്ലേ ശത്രുക്കളുള്ളത്, നമുക്കല്ലല്ലോ. നാടും നാട്ടുകാരും വീടും വീട്ടുകാരും അറിഞ്ഞല്ലേ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അവൻ്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലം നിനക്കും ആപത്തുകൾ സംഭവിക്കാം. ആർക്കാപത്ത് സംഭവിക്കുന്ന കാര്യമാണ് അച്ഛൻ പറയുന്നത്? ഇന്ദ്രൻ അച്ഛൻ പറഞ്ഞ അവസാനത്തെ ഡയലോഗും കേട്ടുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അത് മോനെ, അയാൾ മിത്ര തന്നോട് പറഞ്ഞ കാര്യം ഇന്ദ്രനോട് പറയാനായി തുടങ്ങിയതും മിത്ര വേണ്ട എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. അച്ഛൻ എന്താണ് അവളെ നോക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ പറ മോനെ, മോൾക്കൊന്ന് പുറത്തു പോകണമെന്ന്. അതിനെന്താ, പുറത്തു പോകാലോ. എന്തുകൊണ്ട് അവനത് പറഞ്ഞപ്പോൾ അവളിൽ നേരെ ഒരു സന്തോഷം രൂപം കൊണ്ടു. നീ പുറത്തേക്ക് വാ. ഈ വേഷത്തിലോ? ഇന്ദ്രൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ഈ ചുരിദാറിന് എന്താണ് ഒരു കുഴപ്പം? ഇത് മുഷിഞ്ഞതാ, ഞാൻ പോയി വേറെ മാറിയിട്ട് വരാം. തൽക്കാലത്തേക്ക് ഈ ഡ്രസ്സിന്റെ ആവശ്യമേ ഉള്ളൂ നിനക്ക്. ആദ്യമായിട്ടാണ് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് അവൻ സമ്മതിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ് അടുത്ത വഴക്ക് വേണ്ടെന്ന് കരുതി അവൾ അവനോടൊപ്പം പുറത്തേക്ക് പോയി. മിത്രയെ അവൻ കൊണ്ടുപോയത് കാർ പോർച്ചിലേക്കായിരുന്നു. അവൾ ആദ്യം കരുതിയത് കാറിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാണ്. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഈ പോർച്ചിൽ കിടക്കുന്ന 3 കാർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കഴുകി വൃത്തിയാക്കിയിടുന്നു. അതുമാത്രമല്ല, ഇതാ ഈ കാണുന്ന ചെറിയ മുറ്റം കൂടെ ഒന്ന് അടിച്ചു വാരിയിടണം. നിനക്ക് ഏതാണ് കംഫർട്ടെന്ന് തോന്നിയാൽ അതാദ്യം ചെയ്താൽ മതി. ഒരു നിർബന്ധവുമില്ല. പിന്നെ ഇതിന്റെ പേരിൽ നീ പരാതിയൊന്നും പറയരുത്. നിന്നെ പുറത്തു കൊണ്ടുപോയില്ല എന്നൊന്നും. ആവശ്യത്തിന് കൂടുതൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ചുറ്റി നടന്ന് കാണാൻ. അടിച്ചു വാരി വരുമ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് ചെയ്താൽ മതി. ഇന്ന് പ്രത്യേകിച്ച് ഒരു ടൈം ഞാൻ പറയുന്നില്ല. നീ എപ്പോൾ ഈ ജോലികളെല്ലാം ചെയ്തു കഴിയുന്നു അപ്പോൾ തൊട്ട് നീ ഫ്രീ. പിന്നെ ഇനി ഇന്നത്തേക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതുമില്ല. അത്രമാത്രം പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. നീ ഇപ്പോൾ എന്നോട് ഈ കാണിക്കുന്നതിനെല്ലാം തന്നെ ഇതിൽ 10 മടങ്ങായി തന്നെ ഞാൻ തിരിച്ചു തരും. അതിനി ഒട്ടും പുറകോട്ടല്ല. അവൻ പറഞ്ഞതനുസരിക്കാതിരുന്നാൽ ഇനി അവൻ എന്താ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്നൊന്നും ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റാത്തതായതുകൊണ്ട് ആദ്യം തന്നെ അവൾ മുറ്റം തൂക്കാമെന്ന് തീരുമാനിച്ചു. അവൾ ആ ഗ്രൗണ്ടിൽ ഫുള്ളൊന്ന് കണ്ണുകൾ ഓടിച്ചു. ഏകദേശം 1 ഏക്കർ സ്ഥലമാണ് ആ ബംഗ്ലാവ് ഉള്ളത്. ഗേറ്റ് കടന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇരു സൈഡിലുമായി വാഗമരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാം. ആ മരങ്ങളിൽ നിന്ന് വീഴുന്ന പൂക്കളും നിലത്ത് ചുറ്റും തന്നെ കിടപ്പുണ്ടായിരുന്നു. ആ കാഴ്ചകൾ കാണാൻ തന്നെ കണ്ണിനൊരു കുളിർമയായിരുന്നു. ഈ മരങ്ങളൊക്കെ ആര് നട്ടുപിടിപ്പിച്ചതായിരിക്കും? എന്തായാലും അവനെ പോലൊരു ചെറുതാന് ഇതൊന്നും ചെയ്യാനുള്ള ഒരു മനസാക്ഷിയും കാണില്ല. എന്തായാലും കണ്ണിന് കുളിരേകുന്ന നല്ല കാഴ്ച തന്നെയാണിത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് മിത്ര പുറലോകമൊക്കെ ഒന്ന് കാണുന്നത് തന്നെ. എന്നാൽ ഗേറ്റിനടുത്തേക്ക് ചെന്നപ്പോഴാണ് മിത്ര സെക്യൂരിറ്റിയെ കണ്ടത്. അവളുടെ കയ്യിലെ ചൂലിലേക്കും ആ സെക്യൂരിറ്റിയുടെ കണ്ണുകൾ പോയി. മേഡത്തിന്റെ കയ്യിലെന്താ? അയാൾ ആശങ്കയോടെയാണ് അത് ചോദിച്ചത്. ഇതിലിപ്പോ ചോദിക്കാൻ എന്താ മേഡം? സാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വഴക്കു പറയും. ആ തുണ്ടിപ്പട്ടി തന്നെയാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്. അവൾ അയാളെ നോക്കാതെ പിറുപിറുത്തുകൊണ്ടാണ് പറഞ്ഞത്. മേഡം എന്തെങ്കിലും പറഞ്ഞോ? ഹേയ്, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എന്നെ മേഡം എന്നൊന്നും വിളിക്കണ്ട. എൻ്റെ പേര് വിളിച്ചാൽ മതി. എൻ്റെ പേര് മിത്ര എന്നാണ് കേട്ടോ. അവൾ അത്രയും പറഞ്ഞ് തൂക്കാൻ തുടങ്ങിയിരുന്നു. മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്നാൽ അവൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രൻ ഇടയ്ക്ക് കയറിയിരുന്നു. തനിക്ക് തൻ്റെ ജോലി നോക്കിയാൽ പോരായോ? എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നത്? സാർ ക്ഷമിക്കണം. ഇനി ഒരിക്കൽ കൂടി അവളോട് മിണ്ടുന്നത് ഞാൻ കണ്ടാൽ അന്ന് തൻ്റെ അവസാനത്തെ ഡ്യൂട്ടി ആയിരിക്കും ഇവിടെ. എന്നാൽ അവനെ കണ്ടിട്ടും
അവൻ പറയുന്ന കേട്ടിട്ടും ഒന്നും തന്നെ മിണ്ടാതെ അവൾ തൂത്തുകൊണ്ടേയിരുന്നു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. അത് മനസ്സിലാക്കിയ നിമിഷം തന്നെ മിത്ര ഒരു കൈ കൊണ്ട് ചൂല് പിടിച്ച് മറുകൈ കൊണ്ട് തൻ്റെ മാറുമറിച്ച് തൂക്കാൻ തുടങ്ങി. എന്നാൽ അവനെല്ലാം തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. താൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു അടിമയാണ് അവളെന്ന്. അവൻ അവിടെ നിന്നും പോകാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് മിത്ര ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ തന്നെയായിരുന്നു അവൾ മുന്നോട്ടേക്ക് അടിച്ചുവാരി കൊണ്ടേയിരുന്നത്. ഇടയ്ക്ക് എപ്പോഴും അവൻ അവിടെ നിന്നും പോകുകയും ചെയ്തു. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം മിത്ര അവിടെ മൊത്തം അടിച്ചുവാരി ക്ലീൻ ചെയ്തിരുന്നു. ഇതിനോടകം തന്നോട് കഴുകാൻ പറഞ്ഞ 3 കാറുകളും അവൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടിരുന്നു. എന്തോ അത്യാവശ്യമായി പുറത്തേക്ക് പോയി ഇന്ദ്രൻ തിരിച്ചു വരുന്നത് തൻ്റെ കുറേ ഫ്രണ്ട്സിനോടൊപ്പമായിരുന്നു. മിത്രയും അച്ചച്ചനും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴായിരുന്നു അവൻ അവൻ്റെ കൂട്ടുകാരെയും കൂട്ടി അവിടേക്ക് വന്നത്. നീ ഒന്നിങ്ങ് വന്നേ, ഇന്ദ്രൻ മുകളിലേക്ക് കയറിക്കൊണ്ട് അവളെ വിളിച്ചു. മിത്ര അവനെ ഒന്ന് നോക്കിയെങ്കിലും അവൻ തിരിഞ്ഞു പോലും നോക്കാതെ മുകളിലേക്ക് കയറിപ്പോകുന്ന അവനെയാണ് അവൾ കണ്ടത്. അവൻ്റെ ഫ്രണ്ട്സിന് മുമ്പിൽ വെച്ച് അവനെ അപമാനിക്കണ്ട എന്ന് കരുതി അവളും അവൻ്റെ ഒപ്പം തന്നെ മുകളിലേക്ക് കയറിപ്പോയി. താഴെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവന്മാരിൽ പലരും അത്രയ്ക്ക് നല്ലവന്മാരല്ല. സോ നിന്റെ ശരീരം നോക്കേണ്ടത് നിന്റെ ചുമതലയാണ്. താഴേക്ക് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നത്? അവൻ തന്നോട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ അവൾ അവൻ സംസാരിക്കുന്നതിനിടയിൽ കയറി പറഞ്ഞു. ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നിന്റെ ശരീരത്തിന് മേലെ എനിക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. നിന്റെ ശരീരം നിനക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ റൂമിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നിനക്ക് എന്തുകൊണ്ടും നല്ലത്. 4-5 റേപ്പ് കേസുകളിൽ അകത്തു പോയവരാണ് താഴെ വന്ന് നിൽക്കുന്നത്. അവിടേക്ക് വരാതിരിക്കുന്നതും വരുന്നതും നിന്റെ മാത്രം ഇഷ്ടം. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. അവൻ അത്രയും പറഞ്ഞ് ഡോറ് പുറത്തു നിന്ന് ലോക്ക് ചെയ്ത് ഇന്ദ്രൻ താഴേക്ക് പോയി. തുടരും. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.